ഹലോ. മുടികൊഴിച്ചിൽ കാരണം ശരിക്കും സമാധാനം പോയിരിക്കുന്നവരാണോ നിങ്ങൾ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയണ നിറയെ മുടി, ചീപ്പ് നോക്കിയാൽ ഒരുപാട് മുടി. ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒരു ടെൻഷൻ വരും അല്ലേ? പലതരം എണ്ണകളും ഒരുപാട് വില കൂടിയ ഷാമ്പു, ഹെയർ പാക്കും ഒക്കെ മാറി 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 ഉപയോഗിച്ച് മടുത്തിരിക്കുന്ന ഒരുപാട് പേര് നമ്മളിൽ ഉണ്ട്. പക്ഷെ ഒരു മിനിറ്റ്, നമ്മൾ പലപ്പോഴും ഒരു പ്രധാന കാര്യം മറന്നു പോകാറുണ്ട്. മുടിയുടെ ആരോഗ്യം തുടങ്ങുന്നത് പുറത്തു നിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. മുടിയുടെ വേരുകൾക്ക് കൃത്യമായിട്ട് പോഷകങ്ങൾ കൃത്യമായി കിട്ടിയാൽ മാത്രമേ മുടി കരുത്തോടെയും ആരോഗ്യത്തോടെയും വളരൂ എന്ന ഫാക്ട് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഉള്ളിൽ നിന്ന് മുടിയെ ബലപ്പെടുത്തുന്ന 3 നല്ല പാനീയങ്ങളെ കുറിച്ച്, ഡ്രിങ്ക്സിനെ കുറിച്ചിട്ടാണ്. പുറമെയുള്ള പരിചരണത്തിന് ഒരു പൈസ പോലും അധികം മുടക്കാതെ നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ വെച്ച് മുടി കൊഴിച്ചിലിന് എങ്ങനെ ആണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കാണാമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ മുടി ഉണ്ടാക്കിയിരിക്കുന്നത് കെരാറ്റിൻ എന്ന പ്രോട്ടീൻ കൊണ്ടിട്ടാണ്. ഈ പ്രോട്ടീനിന്റെ വളർച്ചയ്ക്ക് വൈറ്റമിനുകൾ, മിനറല്, അതുപോലുള്ള ഒരുപാട് ന്യൂട്രിയൻസ് വേണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇവയുടെ കുറവുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾ, ടെൻഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ശരിയായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പെട്ടെന്ന് നമ്മുടെ ഈ ആരോഗ്യം മോശമാവും. നമ്മൾ എത്ര വലിയ വില കൂടിയ സാധനങ്ങൾ മേടിച്ചാലും എക്സ്റ്റേണലി ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഉള്ളിലെ പ്രശ്നത്തിന് പുറത്ത് മരുന്ന് വെച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. അപ്പൊ പുറമെയുള്ള സംരക്ഷണത്തിന് കൂടെ നമ്മൾ ഉള്ളിലേക്ക് മുടിക്ക് വേണ്ട പോഷകങ്ങൾ എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്ന പാനീയം നെല്ലിക്ക ജ്യൂസ് ആണ്. ഓക്കെ, നമ്മുടെ ഈ ലിസ്റ്റില് ഞാൻ പറയുന്ന ആദ്യത്തെ ആള് നമ്മുടെ നമ്മുടെ മലയാളികളുടെ സ്വന്തം നെല്ലിക്കയാണ്. അത് വെറും ഒരു നെല്ലിക്കയല്ല, ഒരുപാട് എന്താ പറയാ, കലവറയാണ്, പവർ ഹൗസ് ആണ് ശരിക്കും. ധാരാളം ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ ഉണ്ടാക്കാൻ സഹായിക്കുകയും ഇത് മുടിയുടെ വളർച്ചയെ കൂട്ടാനും മുടിയുടെ ബലം നൽകാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ളതുകൊണ്ട് അകാല നര തടയും. ആൻഡ് ഓൾസോ പിന്നെ തലയോട്ടിയുടെ ഒരു സ്കാൽപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഇത് ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കൊരു 4-5 നെല്ലിക്ക എടുക്കുക, കുരു കളയുക, കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ശേഷം ഒരു തുണിയിൽ അല്ലെങ്കിൽ അരിപ്പയിലോ അരിച്ചിട്ട് അതിന്റെ നീര് മാത്രമായിട്ട് എടുത്ത് രാവിലെ എല്ലാ ദിവസവും കുടിക്കുന്നത് ശീലമാക്കുക. കുറച്ച് ചവർപ്പാണ്, ചവർപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ളു ഉപ്പോ അല്ലെങ്കിൽ തേനോ ചേർത്ത് കുടിക്കാം. ഇനി തിരക്കുള്ളവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ പേടിക്കണ്ട, നേരെ കടയിൽ പോവുക, പഞ്ചസാര ഇല്ലാത്ത ചേർക്കാത്ത നെല്ലിക്കയുടെ ജ്യൂസ് മേടിക്കുക, കുടിക്കുക. സിമ്പിൾ. ഇനി രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ ജ്യൂസാണ്. നമുക്ക് കേരളത്തിൽ അധികം തോന്നുന്നില്ല, പക്ഷെ തമിഴ്നാട്ടിലേക്ക് പോയാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. സൂപ്പർ സ്റ്റാർ ആണ് അവിടെ. നമ്മളിവിടെ നെല്ലിക്ക എങ്ങനെയാണോ അവിടെ അങ്ങനെ കറ്റാർവാഴ. കുറെ പേര് കറ്റാർവാഴയുടെ ജെല്ലൊക്കെ എടുത്ത് തലയിൽ തേക്കട്ടെ, ഇത് ജ്യൂസ് ആക്കി ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ല ഒരു ഇരട്ടി ഫലം തരുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തലയിലുണ്ടാവുന്ന ചൊറിച്ചില്, താരൻ പോലുള്ള പ്രശ്നങ്ങൾ കുറയും. അതുവഴി മുടി വളരാൻ വേണ്ട ഒരു എക്കോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമുക്ക് വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ചെറിയ തണ്ടെടുക്കുക, കഴുകുക, അതിന്റെ വശങ്ങളിലെ തൊലി പീൽ ചെയ്ത് കളഞ്ഞിട്ട് അതിൽ മഞ്ഞക്കറകൾ മൊത്തമായിട്ട് കളയണം കേട്ടോ. കുറച്ച് നേരം എവിടെയെങ്കിലും അത് ഒന്ന് കുതിച്ചരി വെച്ചിട്ട് അതിന്റെ പച്ച തൊലി കളഞ്ഞിട്ട് ഉള്ളിലെ ജെല്ല് മാത്രം എടുക്കുക, വെള്ളം ചേർത്ത് മിക്സിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ജ്യൂസ് ആക്കി കുടിക്കാം. കടകളിൽ പോയാൽ ശുദ്ധമായിട്ട് നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുമ്പോൾ അത് പ്രിസർവേറ്റീവ് ചേർക്കാത്തതാണെന്ന് ഏറ്റവും രീതിയിൽ മിനിമം നോക്കുക. നമ്മൾ പുറത്തേക്കൊക്കെ പോയപ്പോൾ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ് കൃത്യമായിട്ട് ചേർക്കും. ഈ വിവരങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും കൂടി ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഞങ്ങളുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇനി മൂന്നാമത്തെ സീക്രട്ട് ഡ്രിങ്ക് എന്ന് പറയുന്നത് ശരിക്കും മുരിങ്ങയിലയുടെ ജ്യൂസാണ്. അപ്പോൾ ഈ മുരിങ്ങയില നമ്മളൊക്കെ തോരനൊക്കെ ആയിട്ട് കഴിക്കും. പക്ഷെ നമ്മളത് ഈ ചീരയില അധികം ഇങ്ങനൊരു പർപ്പസ് നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ പറമ്പിലൊക്കെ നല്ല സൂപ്പർ ഫുഡായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അയൺ, സിങ്ക്, വൈറ്റമിൻ എ, ബി, സി എന്ന് വേണ്ട തലമുടിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ മുരിങ്ങയിലുണ്ട്.
അപ്പോൾ അയണിന്റെ കുറവ് പരിഹരിക്കാൻ ഏറ്റവും നല്ലത് മുരിങ്ങയില കഴിക്കുന്നതാണ്. ഇത് തലയോട്ടിയിലേക്കുള്ള ബ്ലഡ് സെൽസ് രക്തഓട്ടം കൂടാനും മുടിക്ക് കട്ടി ഉണ്ടാവാനും കരുത്തും ഒക്കെ നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പിടി മുരിങ്ങയില എടുക്കുക, കഴുകുക, വെള്ളം ചേർക്കുക, മിക്സിയിലിട്ട് അരയ്ക്കുക, നീരെടുക്കുക. ഇതിന് ചെറിയ ചവർപ്പുണ്ടാവും, അതിന് തേനോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാം. മുരിങ്ങയിലയുടെ കൂടെ വേറൊന്നും ചേർക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു സാധനം മാർക്കറ്റിൽ അധികം കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതും നമ്മുടെ വീട്ടിൽ ചെയ്ത് കഴിക്കാം, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഡ്രിങ്ക്സ് പാനീയങ്ങളൊക്കെ 1-2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം കഴിച്ചിട്ട് കാര്യമില്ല. ക്ഷമയോടെ കൂടെ കാത്തിരിക്കുക. ശീലത്തിനാണ് പ്രധാനം. ശീലമാക്കി ഒരു സ്ഥിരമായി ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുക. ആൻഡ് അതുപോലെ തന്നെ നല്ല നല്ല മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ, ഹോർമോൺ കുറവാണ് അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളും ഇതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുണ്ടായിരിക്കാം, തീരെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എടുക്കുക. എന്തുകൊണ്ടും ഈ പറഞ്ഞ ഡ്രിങ്ക്സ് പാനീയങ്ങൾ കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. വെള്ളം കുടിക്കുക, നന്നായി ഉറങ്ങുക, ടെൻഷൻ കുറയ്ക്കുക, സ്ട്രെസ് കുറയ്ക്കുക, പ്രോട്ടീൻ കൂടുതലടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. മുടിയിൽ ഒരുപാട് കണ്ടമാനം ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഹെൽത്തിന് കോൺഷ്യസ് ആകുക, തിരിച്ചൊന്ന് നോക്കുക. ഓക്കെ, അപ്പം പ്രശ്നത്തിന്റെ കാരണം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇനി മുടികൊഴിച്ചിലിന്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട. എക്സ്റ്റേണലി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്റേണലി നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈ 3 വഴികളൊന്ന് എളുപ്പത്തിലൊന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മുടെ അടുക്കളയിലേക്ക് പോവുക, കാര്യം പരിഹരിക്കാനുള്ള സൊല്യൂഷൻ അവിടെ തന്നെ കിട്ടും. അപ്പോ ഈ പറഞ്ഞ ജ്യൂസുകളിൽ നിങ്ങൾ ഇതിൽ ഏത് ജ്യൂസാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് കമന്റിൽ ചെയ്യുക. ഇനി അത് ശീലമാക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്താണെന്നും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.